40-കാരിയുടെ പ്രണയം ഭാഗം 47. അങ്ങനെ ആ വീട് ആഹ്ലാദത്തിലായി. അർജുൻ പെട്ടെന്ന് ഒരു ഓർമ്മയെന്ന പോലെ മീനുവിനെ വിളിച്ചു. ഹലോ, എടി നീ ഇറങ്ങിയില്ലേ ഇതുവരെ? അർജുൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഏട്ടാ, ആ സമയത്ത് കറക്റ്റ് ഒരു എമർജൻസി കേസ് വന്നു, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. ശരി, നിനക്കെല്ലാം മിസ്സായല്ലോടി. എന്തു പറ്റി? ഹാ, അമ്മയ്ക്ക് ഞങ്ങളൊരു കിടിലൻ സർപ്രൈസ് കൊടുത്തില്ലേ, അത് കാണാൻ നീ ഉണ്ടായില്ലേ? ആ സമയത്ത് നീ ഇവിടെ ഇല്ലെന്ന് ഞാൻ ഓർത്തുമില്ല. നിന്നോട് വിളിച്ചിറങ്ങാൻ പറഞ്ഞതല്ലേ. അയ്യോ, കഴിഞ്ഞോ? അമ്മ കണ്ടോ സർപ്രൈസ്? ആ, കണ്ടു. അമ്മ ശരിക്കും നെട്ടി. ഹാ, അമ്മയെ കണ്ട് ഞങ്ങളും നെട്ടി. എന്തൊക്കെയാ പറയുന്നത്? എന്താ ശരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്തേ? ഇനിയിപ്പം നീ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ടോ? നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അമ്മ കണ്ട് നെട്ടുന്നത് ഞാൻ മിസ്സായല്ലോ. കുഴപ്പമില്ല, അതിൻ്റെ വീഡിയോ ഉണ്ട്, നീ പിന്നെ അത് കാണും, വേറെ വഴിയൊന്നുമില്ലല്ലോ. ആണോ? നീ ഇനിയ സമയം വൈകിക്കല്ലേ, എല്ലാവരും എത്തിയിട്ടുണ്ട്, നീ മാത്രമേ ഇവിടെ ഇല്ലാതുള്ളൂ. ആണോ? എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്, നീ പെട്ടെന്ന് വാ. എന്നോട് വലിയേട്ടൻ വൈകുന്നേരം തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാ. ഇനിയിപ്പോൾ ആയില്ലേ സമയം, ഇനി നീ ഇറങ്ങാൻ നോക്ക്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഇറങ്ങാം. ശരി, നീ പെട്ടെന്ന് ഇറങ്ങിക്കോ, ലേറ്റാക്കല്ലേ. ഓക്കെ ഏട്ടാ. അങ്ങനെ മീനു ഫോൺ വെച്ചു. തൻ്റെ വീട്ടിൽ നടന്ന ആഘോഷങ്ങളും അമ്മ കണ്ട സർപ്രൈസും മീനുവും കാണാനിരിക്കുന്നതേയുള്ളൂ. എന്താണെന്നറിയാനുള്ള ആദ്യയോടെ തന്നെയാണ് മീനു വീട്ടിലേക്ക് തിരിക്കുന്നത്. ഈ സമയം ജയ് റെഡിയായി വീട്ടിലെത്തുന്നു, തൻ്റെ അച്ഛനെയും അമ്മയെയും കൂട്ടി. ജയ്യെ കണ്ടതോടെ വലിയേട്ടൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. വാ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, നീ അവിടെ നിന്ന് പെട്ടെന്ന് മുങ്ങിയല്ലേ. അല്ല, ഞാൻ ഇവരെ കൂട്ടാൻ വേണ്ടി പോയതാ. അതെന്തായാലും നന്നായി, വാ. ജയ്യെയും കുടുംബത്തെയും വലിയേട്ടൻ സ്നേഹത്തോടെ സ്വീകരിച്ചു. ജയ് ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് പെട്ടെന്ന് വലിയേട്ടൻ ശ്രദ്ധിച്ചു. ഇത് നിനക്ക് മീനു വാങ്ങി തന്നതല്ലേ? ഡ്രസ്സ് കണ്ടപാടെ ജയ്യോട് വലിയേട്ടൻ ചോദിച്ചു. അതേട്ടാ, എനിക്ക് ഡ്രസ്സ് മീനു വാങ്ങി തന്നതാണെന്ന് വലിയേട്ടനെ ഞാൻ അറിയാം. അല്ല, അവൾ പറഞ്ഞിരുന്നു നിനക്ക് ഡ്രസ്സ് എടുക്കുകയാണെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. ആണോ? അതെ. വലിയേട്ടൻ്റെ ചോദ്യത്തിൽ എന്തോ ഒരു പന്തികേട് ജയ്ക്ക് തോന്നി. മീനു തനിക്ക് ഡ്രസ്സ് വാങ്ങിത്തന്നതിൻ്റെ കാരണം ഒരുപക്ഷെ വലിയേട്ടനായിരിക്കും എന്ന് ജയ് ഊഹിച്ചു. അതല്ല ഈ ഡ്രസ്സെന്ന് പറയാൻ ജയ്ക്ക് തോന്നിയില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിശ്വസിച്ചു. അങ്ങനെ എല്ലാവർക്കുമായി പരിചയപ്പെടുത്താം എന്ന വിശ്വാസത്തിൽ വലിയേട്ടൻ മുന്നിലോട്ടേക്ക് നടന്നു. അങ്ങനെ കൂടി നിൽക്കുന്ന ബന്ധുക്കളുടെയും എല്ലാവരുടെ മുന്നിൽ വലിയേട്ടൻ ഉറക്കെ പറഞ്ഞു, ദേ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. ഞാനൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. ഇവനാണ് ജയ്. ഇവൻ ആരാന്നറിയാവോ നിങ്ങൾക്ക്? ഇവൻ ഇന്നു മുതൽ എൻ്റെ മൂത്ത മകനാണ്. ഇവനെ ഞാൻ എൻ്റെ മൂത്ത മകനായിട്ട് ദത്തെടുക്കുകയാണ്. ഇന്നു മുതൽ എൻ്റെ 3 പെൺമക്കൾക്കും ഇവൻ വലിയേട്ടനാണ്, എൻ്റെ പാർട്ട്ണർ. അതായത് ഇന്നു മുതൽ ഇവൻ ഈ കുടുംബത്തിലെ അംഗമാണ് എന്നർത്ഥം. വലിയേട്ടൻ്റെ പെട്ടെന്നുള്ള ആ പരിചയപ്പെടുത്തൽ ജയ്ക്ക് അതൊരു ഷോക്ക് തന്നെയായിരുന്നു. ഇത്രയും വലിയൊരു അംഗീകാരം ജയ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. താൻ കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ ജയ് വലിയേട്ടനെ ഒന്ന് നോക്കി. 6 മാസം കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടവനാണ് താൻ. തനിക്ക് ഇതുപോലൊരു അംഗീകാരമോ? താൻ എന്തു ചെയ്യണം? ജയ് ഒരല്പം ഷോക്കിൽ തന്നെ നിന്നു. ജയ്യുടെ അച്ഛനും അമ്മയ്ക്കും അത് വല്ലാത്ത സന്തോഷം നൽകി. ഈ കുടുംബത്തിലെ മരുമകനാണെന്ന് പറഞ്ഞ് തൻ്റെ മകനെ പരിചയപ്പെടുത്തുന്ന ഒരു കാലം ഇനിയും ഒരുപാട് ദൂരെയാണെന്ന് അവർക്കറിയാം. അപ്പോഴാണ് അതിനേക്കാളും വലിയൊരു അംഗീകാരം തൻ്റെ മകന് കിട്ടുന്നത്, അതും ഇത്രയും വരുന്ന ബന്ധുക്കൾക്ക് മുന്നിൽ. അതവർക്ക് നൽകിയ സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. എന്നാൽ ജയ്ക്ക് ആ ഷോക്കിൽ നിന്ന് പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ സാധിച്ചില്ല. ഇത്രയും പേരുടെ മുന്നിൽ വലിയേട്ടൻ എന്തിന് തന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു? ആ ഷോക്ക്
ജയ്യെ വിട്ടുമാറിയില്ല. ജയ് അന്താളിച്ച് നിൽക്കുന്നത് കണ്ട് തോളിൽ കൈവച്ച് വലിയേട്ടൻ ചോദിച്ചു, ഡാ, ഞാൻ നിന്നെക്കുറിച്ചാണ് പറഞ്ഞേ, നീ എന്താടാ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നേ? അല്ല വലിയേട്ടൻ, അങ്ങനെ അതേടാ, ഞാൻ തീരുമാനിച്ചു, നീ എൻ്റെ മൂത്ത മോനാണ്. എന്താ നിന്നെക്കുറിച്ച് എനിക്ക് പറയേണ്ട അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു വാക്ക് പറഞ്ഞത്. എനിക്ക് അത്രയ്ക്കങ്ങ് നിന്നെ ബോധിച്ചടാ, അതുകൊണ്ടാണ് ഞാനങ്ങ് ഏറ്റെടുത്തു നിന്നെ. അല്ല, ശരിക്കും എങ്ങനെ ഇവനെ പരിചയം? ആരാ ഇവൻ? ബന്ധുവിൽ ഒരാൾ പെട്ടെന്ന് ചോദിച്ചു. എൻ്റെ പാർട്ട്ണറാ, ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെടുത്തതാ. എന്തോ ഇവൻ്റെ സ്വഭാവം എനിക്കങ്ങ് ബോധിച്ചു. ഒട്ടും ആലോചിക്കാതെ ഒരു കള്ളം പെട്ടെന്നങ്ങ് വലിയേട്ടൻ പറഞ്ഞു. മറ്റുള്ളവർക്ക് മുന്നിൽ ജയ് തലകുനിക്കാതിരിക്കാനാണത് പറഞ്ഞതെന്ന് ജയ്ക്ക് തോന്നി. ആണോ? ഇന്ന് മുതൽ ഇവൻ എൻ്റെയാ, എൻ്റെ സ്വന്തം മോൻ. ഓക്കെ അല്ലേടാ? ജയ്യെ വീണ്ടും ചേർത്ത് പിടിച്ച് വലിയേട്ടൻ ചോദിച്ചു. വലിയേട്ടൻ്റെ കണ്ണിൽ ആ സമയത്ത് ജയ് കണ്ടത് അഭിമാനമായിരുന്നു. തൻ്റെ മൂത്ത മകനാണെന്ന് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ എന്തിനാണ് വലിയേട്ടന് ഇത്രയും അഭിമാനം? ജയ്ക്ക് അതും വിശ്വസിക്കാൻ സാധിച്ചില്ല. അത്രയും വരുന്ന ബന്ധുക്കൾ സന്തോഷത്തോടെ കൈയടിച്ച് അതിനെ സ്വീകരിക്കുകയും ചെയ്തു. ആ അവസ്ഥയിലേക്ക് അമ്മ കടന്നു വരുന്നു. ഇവൻ്റെ മൂത്ത മോൻ കൂടി, എൻ്റേത് കൂടിയാ ഇവൻ. മൂത്ത മോനല്ല, എൻ്റെ ചെറിയ മോൻ. ഞാൻ ഇവനെ ദത്തെടുത്തതാ, അമ്മ കൂട്ടിച്ചേർത്തു. രണ്ടാളും ആഹ്ലാദത്തോടെ ചിരിച്ചു. ജയ് ഇപ്പോഴും ആ ഷോക്കിൽ തന്നെയാണ്. തനിക്ക് ഇത്രയും വലിയ അംഗീകാരമോ? അതിന് മാത്രം താൻ എന്ത് ചെയ്തു? തനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് ഇന്ന് ഇതുപോലൊരു സർപ്രൈസ് കൊടുക്കാൻ കാരണക്കാരനായവൻ എൻ്റെതാ ഈ മോന. ജയ്യെ വീണ്ടും ചൂണ്ടിക്കാണിച്ചു വലിയേട്ടൻ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. ഇത്രയും വർഷം ഇല്ലാത്തൊരു സർപ്രൈസ് എനിക്ക് ഇന്ന് കിട്ടിയപ്പോൾ. അമ്മ ഒരു തമാശ പോലെ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. വലിയേട്ടൻ ചിരിച്ചു. എന്തായാലും എല്ലാവരും കൂടി അംഗീകരിച്ച സ്ഥിതിക്ക് നമുക്കങ്ങ് പ്രഖ്യാപിക്കാം അല്ലേ, ഇവൻ ഇന്നു മുതൽ ഈ കുടുംബത്തിലെ അംഗമാണെന്ന് അല്ലേ? അർജുൻ കമൻ്റായി പറഞ്ഞു. പിന്നെ അല്ലാണ്ട്, ഇന്നു മുതൽ എനിക്ക് ആൺമക്കൾ 6 പേരാ അല്ലേ മോനെ? ജയ്യെ വീണ്ടും ചേർത്ത് പിടിച്ച് അമ്മ പറഞ്ഞു. മരുമകനായിട്ടാണ് അവൻ ഈ കുടുംബത്തിലേക്ക് വന്നത്. പക്ഷേ മീനു ഒരിക്കലും അവനെ ഭർത്താവായി കണ്ടിട്ടില്ല. എന്നാൽ ആ കുടുംബം അവനെ മകനായി സ്വീകരിക്കുന്നു. തനിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ജയ്ക്കൊട്ടും മനസ്സിലായില്ല. ഇനി 6 മാസം മാത്രമാണ് മീനുവിന് നൽകിയ വാക്കുപ്രകാരം തനിക്ക് ഈ കുടുംബത്തിൽ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇവർ തന്നെ ഇത്രത്തോളം സ്നേഹിക്കുമ്പോൾ താൻ ഇതെങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും? 6 മാസങ്ങൾക്ക് ശേഷം എന്തു പറഞ്ഞ് താൻ ഈ കുടുംബത്തിൽ നിന്നിറങ്ങും? ജയ് വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥ. ആ സന്തോഷ നിമിഷം ഒന്ന് ആസ്വദിക്കാൻ പോലും അവന് കഴിയാത്തൊരവസ്ഥ. എങ്കിലും മറ്റുള്ളവരെല്ലാം അത് സന്തോഷത്തോടെ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ അവനും ഒന്ന് ചിരിച്ചു. തൻ്റെ അച്ഛനും അമ്മയ്ക്കും നൽകിയ സന്തോഷവും അവൻ ശരിക്കും വായിച്ചു. അവർ ആഹ്ലാദത്തിലാണ്. ആ കുടുംബം തന്നെ അംഗീകരിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ. അവർ എല്ലാവർക്കും മുന്നിൽ തന്നെ പരിചയപ്പെടുത്തിയതിൻ്റെ സന്തോഷം തൻ്റെ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ജയ്ക്ക് തോന്നി. പക്ഷെ തനിക്കിന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഈ അംഗീകാരം ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല. ഇതൊന്നും അറിയാതെ മീനു വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇതുവരെ ഇവിടെ നടന്ന ഒരു കാഴ്ചയും മീനു അറിഞ്ഞിട്ടില്ല. എന്തായാലും മീനുവിൻ്റെ വരവും ജയ്യുടെ അംഗീകാരവും ഇനി ബാക്കി വരാനുള്ള സംഭവങ്ങൾക്കുമായി നമുക്ക് കാത്തിരിക്കാം. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.